ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് ആദ്യം വൈ എന്ന് ഡിനോട്ട് ചെയ്താലോ. വൈ ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. ഡൊമൈനാണ് അറിയേണ്ടത്. എക്സിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്നാണ് അറിയേണ്ടത്. ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ റൂട്ടിനുള്ളിലുള്ള ടേം പോസിറ്റീവ് ആയിരിക്കണമല്ലോ. നമുക്കറിയാതെ റൂട്ടിനുള്ളിലുള്ള നമ്പർ എന്തായാലും പോസിറ്റീവോ സീറോ വരണം റൂട്ട് കാണാൻ. നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട് റിയൽ ആയിട്ട് കിട്ടില്ല. റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ നമുക്ക് കാണാൻ പറ്റില്ല, ഡിഫൈൻഡ് അല്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഡിഫൈൻഡ് ആവണമെങ്കിൽ ആ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള ടേം പോസിറ്റീവോ അല്ലെങ്കിൽ സീറോ വന്നിരിക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് എഴുതാമല്ലോ അല്ലേ. ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. ഇത് എഴുതാൻ ഓർ ഈക്വൽ 0. ഇനീക്വാളിറ്റി എന്ന് പറയും. നമുക്ക് അറേഞ്ച് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഈ മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ. അങ്ങനെ അറേഞ്ച് ചെയ്താൽ ഇനീക്വാളിറ്റിനെ അത് ബാധിക്കില്ല. 9 ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ അങ്ങോട്ട് പോയി. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ അത് പ്ലസ് എക്സ് സ്ക്വയർ ആവും. അപ്പോൾ പ്ലസ് എന്നുള്ള ടേം അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ മൈനസ് ആവും, നമുക്കറിയാതെ. അങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്താലൊന്നും ഇനീക്വാളിറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് പറയുന്നത് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം മീനിങ്ങാ അല്ലേ. എക്സ് സ്ക്വയർ ലെസ് ദാൻ 9 എന്നാണല്ലോ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. എക്സ് സ്ക്വയർ ലെസ് ദാൻ 9 എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. അത് തന്നെയല്ലേ ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്നത്, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർലി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് അല്ലേ. കാരണം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. എക്സ് സ്ക്വയർ ലെസ് ദാൻ 9 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ് ലെസ് ദാൻ 3 ആവേണ്ടതാണ്. കാരണം അല്ലേ, എന്നാലല്ലേ സ്ക്വയർ ചെയ്യുമ്പോൾ 9നേക്കാളും കുറവ് വരുള്ളൂ അല്ലേ. ഇവിടെ സ്ക്വയർ ചെയ്ത് നോക്കിയേ, അപ്പോഴല്ലേ എക്സ് സ്ക്വയർ ലെസ് ദാൻ 9 ആവുള്ളൂ. പക്ഷെ കഴിഞ്ഞിട്ടില്ല. എക്സ് 3നേക്കാളും കുറവാകുമ്പോൾ നെഗറ്റീവ് നമ്പറിലോട്ടൊക്കെ പോകുന്നുണ്ടല്ലേ. എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു 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 ഒത്തിരി വലിയ നെഗറ്റീവ് നമ്പർ ആവണ്ട, -3 വരെ കുറഞ്ഞാൽ മതി. എങ്ങനെയാണ് -3 വരെ കുറഞ്ഞാൽ മതി എന്ന് പറയാൻ കാരണം, ഒരുപാട് കുറഞ്ഞ പ്രശ്നമാണ്. എക്സിൻ്റെ വാല്യൂ ഒരുപാട് കുറഞ്ഞു, അല്ല എക്സ് -4 ആയി എന്ന് വിചാരിക്കുക. എക്സിൻ്റെ വാല്യൂ 3നേക്കാളും കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ കുറയാൻ പാടുള്ളൂ. എക്സിൻ്റെ വാല്യൂ -4ലോട്ട് എത്തിക്കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ 9 വരില്ല. -4ൻ്റെ സ്ക്വയർ ഒന്ന് നോക്കിയേ, 16 അല്ലേ. 16 ലെസ് ദാൻ 9 തെറ്റല്ലേ. അപ്പം -3 വരെ കുറയാൻ പാടുള്ളൂ. കാരണം -3യുടെ സ്ക്വയർ 9 ആണ്. അവിടം വരെ പോയാൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ഓർമ്മയുണ്ടായാൽ മതി. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് വന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ ദയർ സ്ക്വയർ റൂട്ട്സ് എന്നങ്ങോട്ട് ബൈ ഹാർട്ടാക്കി വെച്ചാൽ എളുപ്പമായി ഓർത്ത് വെച്ചോളൂ അല്ലേ. എക്സ് സ്ക്വയർ ലെസ് ദാൻ എ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? എക്സ് ലൈസ് ബിറ്റ്വീൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ. 9ൻ്റെ സ്ക്വയർ റൂട്ട്സ് പ്ലസ് ഓർ -3 ആണ്, അതിനിടയ്ക്കായിരിക്കും എക്സ്. അത് ഓർമ്മയുണ്ടായാൽ നല്ലതായിരിക്കും. എക്സിൻ്റെ വാല്യൂവിനെയാണല്ലേ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈൻ നമുക്ക് കിട്ടിപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണല്ലോ ഡൊമൈൻ. -3 മുതൽ 3 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും എക്സിന് കൊടുക്കാം, ശരിയല്ലേ. -3 മുതൽ 3 വരെയുള്ള ഏത് നമ്പറും ഇൻക്ലൂഡിങ് -3 ആൻഡ് 3. ഇതാണ് ഡൊമൈൻ. റേഞ്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. റേഞ്ച് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമ്മൾ റേഞ്ച് കാണാൻ പോവാണ്. റേഞ്ച് കാണണമെങ്കിൽ ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് എഴുതിയേക്കട്ടെ. എന്താണ്? y ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ സിമ്പിൾ ഞാനിവിടെ നോട്ടായിട്ട് പറഞ്ഞുതരാം. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ടേക്ക് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓൺലി. ഈ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പോസിറ്റീവ് റൂട്ട് ഓൺലി.
ഈ സിമ്പിളിൻ്റെ അർത്ഥം അതാണ്. മിക്കവർക്കും അതറിയില്ല. ഉദാഹരണത്തിന് ഇതിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ +5 എന്നാണ് എഴുതേണ്ടത്. -5 ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കാതെ √25 എന്ന് വേർഡിൽ എഴുതേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ +or-5. ഓക്കെ, ഈ സിമ്പിളിനൊരു മീനിങ് ഉണ്ട്. ഈ സിമ്പിൾ വന്നാൽ നമ്മൾ പോസ്റ്റ് റൂട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ സിമ്പിൾ ഉപയോഗിക്കാതെ വേർഡിൽ എഴുതുകയാണെങ്കിൽ +or-5 എന്ന് എഴുതിക്കോ. ഈ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് റൂട്ട് ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. എക്സാമ്പിളായിട്ട് ഇവിടെ എഴുതിയതാണ്. അപ്പോൾ y +positive √of എന്ന് വേണമെങ്കിൽ എന്ന് വായിച്ചാൽ മതി. അപ്പം കുഴപ്പമില്ലല്ലോ, ആ സിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ y ഈസ് പോസിറ്റീവ് നമ്പർ, y ഈസ് എ പോസിറ്റീവ് നമ്പർ. അല്ലെങ്കിൽ 0 വരാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 0 എന്ന് തന്നെ എഴുതേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. വൈയുടെ വാല്യൂ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, അല്ലെങ്കിൽ 0 വരാം. അത് ആദ്യമേ തന്നെ എഴുതി വെക്കുക. വൈക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടില്ല. ഓക്കെ ആണല്ലോ. ഇനി റേഞ്ച് കാണാനുള്ള മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇത് ആദ്യമേ തന്നെ എഴുതി വെക്കുക. ഇത് ആവശ്യം വരും. 1 ഒരു പേര് കൊടുക്കുക. റേഞ്ച് കാണാനുള്ള ജനറൽ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ y എന്നുള്ള ഇക്വേഷനെ x എന്ന് കൺവേർട്ട് ചെയ്യുക. അതായത് ഈ ഇക്വേഷൻ ഞാൻ 2 സൈഡിലൊന്ന് സ്ക്വയർ ചെയ്യാൻ പോവാണ്. ടിക്ക് ചെയ്ത ഇക്വേഷൻ 2 സൈഡിലൊന്ന് സ്ക്വയർ ചെയ്തോട്ടെ. അപ്പോൾ y² 9 - x² എന്ന് കിട്ടും. ഒന്ന് അറേഞ്ച് ചെയ്താലോ. -x² ഇങ്ങോട്ടും പോട്ടെ, y² ഇങ്ങോട്ടും വരട്ടെ. അറേഞ്ച്മെൻറ്റ് x² 9 - y² ആണ്. ഒന്ന് അറേഞ്ച് ചെയ്തതാ. x² 9 - y² ആയി. നമുക്ക് എന്തിനാണ് ഇങ്ങനെ എഴുതിയതെന്ന് വെച്ചാൽ വൈയുടെ വാല്യൂ എന്താണെന്ന് അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ 9 - y² ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ 9 - y² എക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 9 - y² എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആവാം. കാരണം എന്താണ്, ഒരു നമ്പറിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പറോ അല്ലെങ്കിൽ 0യോ കിട്ടുള്ളൂ. x² എന്തായാലും ഒരു പോസിറ്റീവ് ആയിരിക്കണമല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ x² 9 - y² ആണ്. അപ്പോൾ അതുകൊണ്ട് 9 - y² എന്തായാലും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. x² ഒരു പോസിറ്റീവ് ആണോ? അപ്പോൾ 9 - y² പോസിറ്റീവ് ആണ്. അപ്പോൾ 9 - y² > 0. ഇത് ഈ പ്രോബ്ലം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. -y² അങ്ങോട്ട് കൊണ്ടുപോയാൽ 9 > y² എന്ന് കിട്ടും. 9 അല്ലേ, -y² അങ്ങോട്ട് കൊണ്ടുപോയി. 9 > y². തിരിച്ചിടുകയാണെങ്കിൽ y² < 9. ഈ എഴുതിയതൊന്ന് തിരിച്ചെഴുതിയതാ, മീനിങ്ങിൽ വ്യത്യാസമില്ല. y² < 9 ആൻഡ് y ഈസ് പോസിറ്റീവ്. അത് നേരത്തെ ഇവിടെ 1 എന്ന് പറഞ്ഞ് എഴുതിയത് ഞാനിവിടെ ഒന്നുകൂടി എഴുതിയേക്കട്ടെ. ആൻഡ് y ഈസ് പോസിറ്റീവ് 1ൽ പറയുന്നുണ്ടല്ലോ. ആൻഡ് y ഈസ് പോസിറ്റീവ് ഓർ 0 1ൽ പറയുന്ന കാര്യം ഇതിൻ്റെ കൂടെ ഞാൻ എഴുതിക്കോട്ടെ. y² വാല്യൂ 9 കുറവാണ്. ആൻഡ് കഴിഞ്ഞിട്ടില്ല. y ഒരു പോസിറ്റീവ് നമ്പറായിട്ടേ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 0 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ, വൈയുടെ വാല്യൂ റേഞ്ച് എഴുതാൻ പോവാണ്. y² 9 കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് y 3 കുറവാവേണ്ടതാണ് അല്ലേ. y² 9 കുറവാണെങ്കിൽ y അതിൻ്റെ സ്ക്വയർ റൂട്ടിനേക്കാളും കുറവാണ്. പക്ഷെ -3 വരെ പോകാൻ പാടില്ല. y ഒരു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ 0. അപ്പോൾ 0 വരെ കുറഞ്ഞാൽ മതി. -3 -1 -2 പോകണ്ട. y ഒരു പോസിറ്റീവ് നമ്പർ എന്ന് ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്, അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ y ശരിക്കും നമ്മൾ ഇതില്ലായിരുന്നെങ്കിൽ -3ക്കും 3ക്കും ഇടയ്ക്കാണെന്ന് നമ്മൾ എഴുതുമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, y പോസിറ്റീവ് ആയാലും മാത്രമേ ആക്സെപ്റ്റ് ചെയ്താൽ മതി, 0 ആയാലും കുഴപ്പമില്ല. അപ്പോൾ -3 വരെ പോകണ്ട, 0 വരെ കുറഞ്ഞാൽ മതി. അപ്പോൾ റേഞ്ച് നമുക്ക് വൈയുടെ വാല്യൂ അല്ലേ 0,3 എന്ന് എഴുതാം. 0നും 3ക്കും ഇടയ്ക്കാണ് വൈയുടെ വാല്യൂ. അപ്പോൾ റേഞ്ച് 0,3.